ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ അക്ബറിനിട്ട് നല്ലൊരു പണി കൊടുത്തിരിക്കുകയാണ് ബിഗ് ബോസ്. അപ്പം ഇന്ന് ലക്ഷയുദ്ധം എന്ന് പറഞ്ഞൊരു ടാസ്ക് ഉണ്ടായിരുന്നല്ലോ, പൈസ എടുക്കുന്ന ടാസ്ക്. ഏറ്റവും കൂടുതൽ പൈസയാണ് ഇന്ന് ഈ ഒരു ടാസ്കിനകത്ത് കൊടുത്തിരുന്നത്. 3,50,000 രൂപയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ 3,50,000 രൂപ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഒരു ടാസ്ക് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് കാണിക്കുന്നുണ്ട്. 45,00,000 രൂപയോളം ഇനി വിന്നറിന് ഉള്ളൂ. 45,00,000 രൂപയെ ഇനി വിന്നറിനുള്ളൂ. ബാക്കി 5 ലക്ഷം സംതിങ് ഒക്കെ ചിലവായി കഴിഞ്ഞിട്ടുണ്ട്. ചിലവായി കഴിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ടാസ്കിലൂടെ ആ വീട്ടിലുള്ള ആൾക്കാർക്ക് അതിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും റീസെൻ്റ് ആയിട്ട് ഇപ്പം കിട്ടിയേക്കുന്നത്, ടോപ്പ് എമൗണ്ട് കിട്ടിയേക്കുന്നത് നൂറയാണ്. 3,50,000 രൂപ ഇന്നത്തെ ലക്ഷ്യയുദ്ധ ടാസ്കിൽ വിജയിച്ചിട്ടുള്ള നൂറയ്ക്കാണ് കിട്ടിയിട്ടുള്ളത്. അതൊരു ഒന്നൊന്നര വിജയമായിപ്പോയി. അതിനെ പറ്റിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പം ഓക്കെ, അപ്പം ലാസ്റ്റ് എമൗണ്ട് ഒക്കെ കാണിക്കുന്നുണ്ട്, ഇത്ര രൂപയാണ് ഇനി വിന്നറിന് കിട്ടുന്നത്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും സ്ട്രഗിൾ ചെയ്ത് ഇത്രയും നാണവും മാനവും കെട്ട് ഇത്രയും ഈ പറഞ്ഞിട്ടുള്ള ബുള്ളിങ്ങും അനുഭവിച്ച് അവിടെ നിന്നിട്ട് ഞാനാണെങ്കിലും ഈ ഒരു കപ്പ് ഉയർത്തിയിട്ട് 50,00,000 രൂപയാണല്ലോ കിട്ടുന്നത്. അപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ പണപ്പെട്ടി ടാസ്ക് എല്ലാം കഴിഞ്ഞിട്ട് ഇവർക്ക് കിട്ടുന്ന 45,00,000 രൂപയാണെന്ന് കൂട്ടിക്കും. ഇനി നാളെ വേറെ ടാസ്ക് ഉണ്ടോ എന്ന് അറിയത്തില്ല, അടുത്ത പൈസ പണപ്പെട്ടിയുടെ ടാസ്ക്. അപ്പോൾ ഇതെല്ലാം കൂടെ കഴിഞ്ഞ് ടാസ്കും എല്ലാം കൂടെ ഈ ടാക്സും എല്ലാം കൂടെ കഴിഞ്ഞ് ഇവരെ കയ്യിൽ കിട്ടുന്നത് എത്ര രൂപയായിരിക്കും? അപ്പോൾ ഈ ഒരു 20-25 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഈ അവിടെ പോയി ഇത്രയും കഷ്ടപ്പെടുന്നത് എന്നാണ് ഞാനിങ്ങനെ ആലോചിച്ച് പോകുന്നത്. 50 ലക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 50 ലക്ഷം രൂപ കൊടുക്കണം. അതിൽ നിന്ന് ഈ വെട്ടി കുറയ്ക്കുന്ന പരിപാടി അതൊരു എനിക്കൊരു നല്ലൊരു പരിപാടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. 50 ലക്ഷം രൂപ ക്യാഷ് പ്രൈസ് കൊടുക്കുമെന്ന് പറഞ്ഞാൽ 50 ലക്ഷം രൂപ കൊടുക്കണം. അതിൽ തന്നെ പിന്നെ ഈ ടാക്സ് ഒരുപാട് പോകുന്നുണ്ടല്ലോ. അപ്പോൾ ഞാനിങ്ങനെ അത് ചിന്തിക്കുകയാണ്. അപ്പം എന്തായാലും വിന്നറിന് വരെ ഇട്ടൊരു പണി കൊടുക്കുന്നുണ്ട് ബിഗ് ബോസ്. അപ്പം ഇവിടെ നൂറയ്ക്കാണ് ഈ 3,50,000 രൂപ ക്യാഷ് കിട്ടിയിട്ടുള്ളത്. ഇതിനോട് യോജിപ്പുള്ള എത്ര ആൾക്കാരുണ്ട് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ ഇത് ഫെയർ ആണോ എന്ന് കൂടെ ഒന്ന് പറയണേ. കാരണം ഈ ഒരു ടാസ്ക് സ്റ്റാർട്ടിങ് തൊട്ടേ കഷ്ടപ്പെട്ടിരുന്ന് കളിച്ചു, അവസാനമായപ്പോഴത്തേക്ക് അക്ബറും നൂറയും വരുന്നുണ്ട്. അപ്പം അവസാനം 3 പേരാണ് വരുന്നത്. ആദിലെ ഔട്ടാക്കി കഴിഞ്ഞതിന് ശേഷം അക്ബറും നൂറയാണ് വരുന്നത്. അപ്പം ബിഗ് ബോസ് ഒരു ട്വിസ്റ്റ് കൊണ്ടുവരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലുള്ളവർ തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് 3,50,000 രൂപ കൊടുക്കാമെന്നാണ് പറയുന്നത്. അപ്പം എല്ലാവരും നൂറയുടെ പേര് പറയുന്നു. കാരണം അവർക്കാണല്ലോ പൈസയ്ക്ക് ആവശ്യം. കാരണം ഇതൊരു ചാരിറ്റി ഷോ ആണല്ലോ, പൈസയ്ക്ക് ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് പൈസ കൊടുക്കുന്ന ഒരു ഷോ ആണല്ലോ ഈ ഷോ എന്നാണ് അതിലൂടെ എനിക്ക് മനസ്സിലായത്. കാരണം അതുകൊണ്ട് എല്ലാ വീട്ടിലെ എല്ലാ ആൾക്കാരും നൂറയ്ക്ക് വോട്ട് ചെയ്തു. കാരണം അവർ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ആൾക്കാരാണ്. അവരുടെ ആരെങ്കിലും പറഞ്ഞാൽ പോയി ഒറ്റയ്ക്ക് ജീവിക്കാൻ, ഈ തോന്നിവാസങ്ങളൊക്കെ കാണിക്കാൻ ആരെങ്കിലും പറഞ്ഞാൽ. അപ്പം അതുകൊണ്ട് അവർക്ക് പൈസ വേണമെന്നാണ് പറയുന്നത്. ഓക്കെ, അത് അവരുടെ കാര്യങ്ങൾ. ഒറ്റയ്ക്ക് ജീവിക്കുകയോ കൂട്ടത്തോടെ ജീവിക്കുകയോ അതൊക്കെ അവരുടെ ഇഷ്ടങ്ങൾ. പക്ഷേ ഞാനൊരു കാര്യം പറയും, ഇത്രയും ഒരു ചീപ്പ് ഗെയിം കളിച്ച 2 വ്യക്തികൾ ഒരു സീസണിലും വന്നിട്ടില്ല അല്ലേ? അവർ കപ്പിൾസ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ. പക്ഷേ ബിഗ് ബോസ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ വീട്ടിൽ ഇൻഡിവിജ്വലായിട്ടാണ് ഗെയിം കളിക്കേണ്ടതെന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവർ ആദ്യം വരുന്നത് ഒരു മത്സരാർത്ഥിയായിട്ടാണ്. പിന്നെ ബിഗ് ബോസ് പറയുന്നു നിങ്ങൾ 2 മത്സരാർത്ഥിയാന്ന് പറഞ്ഞിട്ട് ഇവർ എവിടെയാണ് ഇൻഡിവിജ്വലായിട്ട് ഗെയിം കളിച്ചിട്ടുള്ളത്? എല്ലാ കാര്യങ്ങളും എല്ലാ അഭിപ്രായങ്ങളും ഒരുമിച്ചെടുത്ത് തീരുമാനിച്ച് ആലോചിച്ച് നോമിനേഷൻ പോലും ഒരുമിച്ചാണ് ഇവർ പ്ലാൻ ചെയ്ത് പറയുന്നത്. ഇവരെങ്ങനെ ഈ ഒരു ഗെയിമിനോട്, ഈ ഒരു ബിഗ് ബോസിനോട് നീതി പുലർത്തിയിട്ടുള്ളത്? സത്യം പറഞ്ഞാൽ നൂറയ്ക്ക് ഈ ടിക്കറ്റ് ടു ഫിനാലെയും അർഹതപ്പെട്ടതല്ല, അതുപോലെ ഈ ഒരു ക്യാഷ് പ്രൈസും അർഹതപ്പെട്ടതല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗെയിമിൽ അക്ബറുമായിട്ട് നൂറ ഒരു പ്ലാനിങ് നടത്തുന്നുണ്ട്. ഗ്രൂപ്പായിട്ട് ഒരുമിച്ച് നിന്ന് വിൻ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ഒരു ഷെയർ 50-50 എടുക്കാമെന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവർ ഒരുമിച്ച് കളിച്ച് അവസാനം എത്തുന്ന സമയത്ത് ബിഗ് ബോസ് അവിടെ ഒരു ട്വിസ്റ്റ് കൊണ്ടുവരുന്നു. അപ്പം ഇത്രയും ഞാൻ അതല്ല ആലോചിച്ചത്, ഈ ഒരു ടാസ്ക് അത്രയും നേരം സമയമെടുത്ത് കണ്ടുകൊണ്ടിരുന്ന ആൾക്കാരുടെ അവസ്ഥ ആലോചിച്ച് ആൾക്കാർ ശശിയായിപ്പോയി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മുമ്പേ ഇത് ബിഗ് ബോസിന് പറയാമായിരുന്നല്ലോ. ബിഗ് ബോസിന് മുമ്പേ പറയാമായിരുന്നു, നിങ്ങളെല്ലാവരും ലിവിംഗ് റൂമിൽ വന്നിരിക്കുക, ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ നിങ്ങൾ സെലക്ട് ചെയ്യുക, ഇഷ്ടപ്പെട്ട ഒരാൾക്ക് ഈ പറഞ്ഞിട്ടുള്ള പണപ്പെട്ടി കൊടുക്കാൻ, ഈ ഒരു 3,50,000 രൂപ കൊടുക്കാൻ വേണ്ടിയിട്ട്
നിങ്ങൾ സെലക്ട് ചെയ്തെടുക്കുമെന്ന് പറഞ്ഞാൽ പോരായിരുന്നു. ഇത്രയും ആൾക്കാരെ പൊട്ടന്മാരാക്കേണ്ട കാര്യം എന്തായിരുന്നത് ഞാൻ ആലോചിച്ച് പോയത്. നൂറയ്ക്ക് കിട്ടാനെ കൊണ്ട് ഒരു അർഹതയില്ലെന്നാണ് ഞാൻ പറയുന്നത്. കാരണം അക്ബറിനെ സത്യം പറഞ്ഞാൽ ലാസ്റ്റ് വരെ നിന്ന് അക്ബറിനെ ശശിയാക്കി കളഞ്ഞെന്ന് വേണമെങ്കിൽ പറയാം. അതിനോട് എനിക്ക്, കാരണം ഞാൻ ഈ ഒരു കാര്യത്തിൽ അക്ബറിൻ്റെ കൂടെയാണ്. കാരണം അത്രയും ഗെയിം കളിച്ച് ഈ ഒരു ടാസ്ക് നല്ലോണം കളിച്ച് അവിടം വരെ എത്തിയ അക്ബർ ലാസ്റ്റ് പണം കിട്ടാതെ നിരാശയായിട്ട് ഇരിക്കുന്നൊരു കാഴ്ചയാണ് ഞാൻ കണ്ടത്. പിന്നെ ഈ ഒരു അക്ബറിൻ്റെ അടുത്തൊരു പറഞ്ഞൊരു വാക്ക് നൂറെ പാലിക്കണമായിരുന്നു. അവിടെ വെച്ച് പറയണമായിരുന്നു, നമ്മൾ ഗ്രൂപ്പായിട്ടാണ് കളിച്ചത്, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഒരു പകുതി, ഇതിൻ്റെ ഒരു ഷെയർ അക്ബറിന് കൊടുക്കുന്നു എന്ന് പറയണമായിരുന്നു. അതുപോലും പുള്ളിക്കാരി ചെയ്തില്ല. അപ്പോൾ നോക്കിക്കണം. അപ്പോൾ എന്തായാലും കൊള്ളാം. ഈ ഒരു ടാസ്ക് രസം ഉണ്ടായിരുന്നു, കണ്ടുകൊണ്ടിരിക്കാൻ കൊള്ളായിരുന്നു. പക്ഷേ എന്തായാലും ഇതൊരു ഫെയർ ആയിട്ട് എനിക്ക് തോന്നിയില്ല. അത് ഈ പൈസ കിട്ടേണ്ട ഒരാൾ നൂറയായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം ഒന്നാമതേ ഇവർ ഫെയർ ആയിട്ടല്ല അവരവിടെ കളിക്കുന്നത്, ഗ്രൂപ്പായിട്ട് നിന്നിട്ടാണ് കളിക്കുന്നത്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ഈ രണ്ട് വ്യക്തികൾ നിൽക്കുന്നുണ്ട്. ഇവരെ ഈ പറഞ്ഞിട്ടുള്ള ആ വീട്ടിൻ്റെ അകത്ത് സർവൈവ് ചെയ്യാൻ ഇവർക്ക് എളുപ്പമാണ്. ഒരാൾ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുവാണെങ്കിൽ ഇവർക്ക് അതൊരു ബുദ്ധിമുട്ട് അവർ മനസ്സിലാക്കും കുറച്ചുകൂടെ ഈ ഒരു ബിഗ് ബോസ് ഷോ എങ്ങനെയാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു സീസണിനകത്ത് ഈ ഒരു ബിഗ് ബോസ് വീട്ടിൻ്റെ അകത്തെ അനുഭവങ്ങൾ നിസ്സാരമായിട്ട് തോന്നിയിട്ടുള്ളത് ഇവർ മാത്രമായിരിക്കും അല്ലേ. കാരണം ഇവർ ഗ്രൂപ്പായിട്ടാണ് കളിക്കുന്നതും അഭിപ്രായങ്ങളെല്ലാം എടുക്കുന്നതെല്ലാം ഒരുമിച്ചാണ്. അപ്പോൾ ഇവർക്ക് പ്രത്യേകിച്ച് ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല. അപ്പം പുറത്ത് ജീവിക്കുന്ന പോലെ തന്നെയാണ് ഇവരകത്തും ജീവിക്കുന്നത്. കയ്യിലൊരു മൊബൈലില്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക.